കഥ എവിടെ തുടങ്ങുന്നു? എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അസ്ഥികൂടത്തിന് മാംസവും രക്തവും കിട്ടാൻ തുടങ്ങി. പെട്ടെന്നു തന്നെ അതിന് മൃഗശരീരം ലഭിച്ചു. രണ്ടാമൻ പിന്നോട്ടു മാറിക്കൊണ്ട് മൂന്നാമനോട് പറഞ്ഞു, സിംഹത്തിന്റെ ശരീരമായി, ഇനി നീ അതിന് ജീവൻ കൊടുക്കൂ. മൂന്നാമൻ സിംഹത്തിന് ജീവൻ കൊടുക്കാനുള്ള മന്ത്രം ജപിക്കാൻ തുടങ്ങവേ നാലാമൻ ഒരു മരത്തിൽ കയറിയിരുന്നു. നോക്കിയിരിക്കെ സിംഹത്തിന് ജീവൻ വെച്ചു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലെന്ന പോലെ സിംഹം ഒന്ന് മൂരി നിവർത്തി. മൂന്ന് പണ്ഡിതരും അത് കണ്ട് ആഹ്ലാദപൂർവ്വം ഒച്ചവെക്കുകയും നൃത്തം വെക്കുകയും ചെയ്തു. അവർ സ്വന്തം ശക്തിയിൽ ആവേശഭരിതരായി. ശബ്ദം കേട്ട് സിംഹം വിരണ്ടു. സ്വഭാവത്തിന് യോജിച്ച മട്ടിൽ അത് മൂന്ന് പണ്ഡിതന്മാരുടെ മേലേക്ക് ചാടി വീണു. നിമിഷങ്ങൾക്കുള്ളിൽ കൊന്നു വീഴ്ത്തി. നാലാമൻ സിംഹം പോകുന്നതുവരെ കാത്തിരുന്നു. പിന്നെ മരത്തിൽ നിന്നിറങ്ങി തൻ്റെ മരിച്ചുപോയ ചങ്ങാതിമാരുടെ സമീപത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു, അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ സങ്കടത്തോടെ പറഞ്ഞു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.